ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മൾ നോക്കാൻ പോകുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി എന്താണ് ഓൺ ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബ് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു പെൻ ഐക്കൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അടിയിൽ ഹോം ടാബ് എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ 2 ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റത്തെ ഹോം ടാബ് എന്ന് വെച്ചാൽ ഒരാൾക്ക് നമ്മൾ യൂട്യൂബ് ചാനൽ കാണാൻ ഒരാൾക്ക് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് നമ്മളെ വീഡിയോ കാണാൻ തോന്നി വിചാരിച്ചു. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഫസ്റ്റ് വ്യൂസുള്ള ഏറ്റവും കൂടുതൽ വ്യൂസുള്ള അത് ക്ലിക്ക് ചെയ്യാനാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ സെറ്റിങ്സിൽ പോവുക. നോട്ടിഫിക്കേഷനിൽ എല്ലാം ഓൺ ചെയ്യുക. കമൻറ്റിൽ കമൻറ്റ് എന്നുള്ളതുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഓൾ എന്നാവും കൊടുക്കേണ്ടത്. ചിലവിടെ ഉണ്ടാവും, അത് ഓൾ എന്നാക്കുക. ഓൾ എന്ന് വെച്ചാൽ വേറെ ആൾക്കാർക്കും ഇതൊക്കെ നമ്മളെ ഇത് കണ്ടിട്ട് നമ്മൾ ഡൗട്ടും ഇതൊക്കെ ചോദിക്കാനുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ടും ഇതൊക്കെ ചോദിക്കാനുള്ളതാണ്. ഇനി വീണ്ടും പെന്നൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റയുടെ ഫേസ്ബുക്കിൻ്റെ എന്തെങ്കിലും ലിങ്ക് കൊടുക്കുക. പിന്നെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ നമ്മളെ പേര് കൊടുക്കുക. മേലെ നമ്മളെ പേര് എന്നിട്ട് നമ്മൾ യൂട്യൂബിലേക്ക് പോവുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെയുള്ള ഫുള്ള് ഇത് ഓൺ ചെയ്യുക. ഫുള്ള് നമുക്ക് വേണ്ടപ്പെട്ടതാണ്. ചെയ്യുന്നതോടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടാനോ ഇതൊക്കെ വർദ്ധിപ്പിക്കും. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പേരെടുത്തിട്ട് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി എന്താണെന്നുള്ളത്. പിന്നെ HD എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഈ 2 ഓപ്ഷൻ ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട് ഞാൻ മുന്നേ തന്നെ. അത് വെച്ചാൽ നമ്മൾ ക്ലാരിറ്റി ഇല്ലാത്ത ഫോണാണെന്ന് വെച്ചെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാവാൻ നമുക്ക് സാധിപ്പിക്കും. അതാണ് ഉള്ളത് കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോ ഞാൻ മുന്നേ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒക്കെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇതുപോലെയുള്ള എല്ലാ വീഡിയോക്കുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഒന്നും സംഭവിക്കില്ലെങ്കിൽ നമ്മൾ ഇട്ട വീഡിയോസിൻ്റെ ടൈറ്റിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഡിസ്ക്രിപ്ഷനും ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒരേ വീഡിയോസായിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആവാത്തില്ലേ, വ്യൂസ് കൂടാത്ത വീഡിയോകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ടൈറ്റിലും ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയും പിന്നെ അധികം ഷോർട്സ് ഇടാൻ ശ്രദ്ധിക്കുക. ഒരു 7 ദിവസം കഴിയുമ്പോഴൊക്കെയാണ് ഒരു വീഡിയോ ഇട്ട് 7 ദിവസം കഴിഞ്ഞാൽ 14 ദിവസം അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതുണ്ട് ഏരോ മാർക്ക് അടിക്കായില്ല കിടക്കണേ, അതാണ് ഒരിത്. മേലക്കായില്ല കുഴപ്പമില്ല, ടിക്ക് മാർക്ക് ഉള്ളതും കുഴപ്പമില്ല. ടിക്ക് മാർക്ക് ഉള്ളത് നല്ലതാണ്. ഈ അടിക്കായിട്ടും മേലക്കായിട്ടുള്ളത് അതാണ് കുറച്ച് ഇതുള്ളത്. പിന്നെ നമ്മൾ പേരും ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലും ലിങ്ക്, പിന്നെ നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. പിന്നെ നമ്മളെ നെയിം വേണ്ടിയത് കൊടുക്കുക. പിന്നെ നമ്മൾ ക്യാഷിൻ്റെ ഇതിലൊക്കെ ഒന്ന് പോയിട്ട് ആ ലാസ്റ്റ് ഉണ്ടായി അതിൽ പോയിട്ട് ഒന്ന് നോക്കി നോക്കുക. വെറുതെ ഒന്ന് നോക്കി നോക്കുക. അതിലൊക്കെ പോയിട്ട് ഇനി നോക്കി നോക്കുക, ശരിയാവും. വീണ്ടും വീണ്ടും വന്നിട്ട് നമുക്ക് എത്രയാണ് നമ്മളെ വീഡിയോസിന് വ്യൂസും ഇതൊക്കെ കിട്ടിയുള്ളത് അതിലടിച്ച് നോക്കി നോക്കുക. എത്രയാണ് കിട്ടിയുള്ളത് മൊത്തം ഇതുണ്ട, ആ സബ്സ്ക്രൈബേഴ്സും ഇതാണ് കിട്ടിയുള്ളത്. ഒരേ വീഡിയോസിനും ടൈമിൽ ഇങ്ങനെയാണ് കിട്ടിയുള്ളത്. 48 മണിക്കൂറിൽ നമുക്ക് ഇത്ര വ്യൂസാണ് ഒരു വീഡിയോക്ക് കിട്ടിയുള്ളത്, അങ്ങനെയുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒക്കെ ഒന്ന് നോക്കി നോക്കുക നമ്മൾ. പിന്നെ നമുക്ക് കൂടുതലായി ഷോർട്സ് വീഡിയോ ഇടുക, അതാണ് നല്ലത്. മറ്റേ ലോങ് വീഡിയോ ഇടുന്നതും നല്ലതാണ്. ഓക്കെ.